ഹലോ, ഇന്ന് നമ്മളപ്പോൾ നമ്മുടെ ഫ്ലവർ ബെഡിന് ഫെർട്ടിലൈസർ, ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് നട്ടിട്ട് അപ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് ആയാലും നമ്മുടെ സീഡ് ആയാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ അതിപ്പോൾ ഓൾമോസ്റ്റ് സീഡൊക്കെ ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റിവ്യൂ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും അത് നല്ലതാണെന്ന് കണ്ടിട്ടാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഇവിടെ പറയുന്നത് നമ്മൾ ഇത് 2 ഗാലൻ്റെ വാട്ടർ ക്യാൻസാണ് എനിക്ക് ഇത് രണ്ടെണ്ണം ഉള്ളത്. രണ്ടും 2 ഗാലനാണ്. അപ്പോൾ ഈ 2 ഗാലനിൽ 4 ടേബിൾ സ്പൂണ് ഇടാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അത് കൂടിക്കഴിഞ്ഞാൽ ഓർഗാനിക് ആയതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല, എന്നാലും നമ്മൾ ആവശ്യത്തിന് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ സോ ലെറ്റ്സ് ടേക്ക് ദിസ് ആൻഡ് ദെൻ മിക്സ് ഇൻ ദ വാട്ടർ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവർ ബെഡിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് പരീക്ഷണ രീതിയാണ്. അപ്പോൾ വിൽ സീ ഇതിൻ്റെ എത്രത്തോളം നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതനുസരിച്ചിട്ട് നമുക്ക് ഇനിയുള്ള ഫ്യൂച്ചറിൽ നമ്മൾ ഇപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ട്രൈ ചെയ്യാം. ഓക്കെ, സോ എവറി ഫ്രൈഡേയ്സ്, അപ്പോൾ ഫ്രൈഡേ ഫെർട്ടിലൈസർ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫ്രൈഡേയ്സ് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 3 ഫ്രൈഡേയ്സ് നമ്മൾ എവറി അതർ ഫ്രൈഡേ നമ്മൾ ഈ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കും നമ്മുടെ ഫ്ലവർ ബെഡിൽ. And we'll see how much impact it has on our plants. Okay. അപ്പോൾ നമ്മുടെ പൂക്കൾക്ക് വേണ്ടിയുള്ളത് NPKയുടെ നമ്പർ കണ്ടല്ലേ, 1, 2, 1. അപ്പോൾ ആദ്യത്തേത് നൈട്രജൻ ആണ്, രണ്ടാമത്തേത് ഫോസ്ഫറസ് ആണ്, മൂന്നാമത്തേത് പൊട്ടാസ്യം ആണ്. ഫോസ്ഫറസ് ആണ് പൂക്കൾ വരാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഏത് ഫെർട്ടിലൈസർ വാങ്ങിച്ചാലും ഈ ഫോസ്ഫറസ് കൂടുതലുള്ളത് വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ബഡ് ആൻഡ് ബ്ലൂം ബൂസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓർ എനി അതർ ഓർഗാനിക് ഫെർട്ടിലൈസർ ദാറ്റ് ഹാസ് മോർ ഫോസ്ഫറസ് കണ്ടൻറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഇതിനകത്ത് എഴുതിയേക്കുന്ന പോലെ ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് 4 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പെർ ഗാലൻ. അപ്പോൾ ഇത് 2 ഗാലൻ ആയതുകൊണ്ട് നമ്മൾ 8 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഇത് 4 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അതിനകത്തേക്ക് 4 ഇങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് നമ്മുടെ ഫ്ലവർ ബെഡിൽ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ ഞാൻ ഓർഗാനിക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ കാര്യം നമ്മുടെ സോയിൽ അധികം ബാഡാക്കണ്ടാവുന്ന വെച്ചിട്ടാണ്. സോയിൽ ഹെൽത്ത് വാട്ട് മാറ്റേഴ്സ്, റൈറ്റ്? അപ്പോൾ ഏറ്റവും നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഫ്ലവർ ബെഡിന് ഒരു ബൂസ്റ്റ് കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിനധികം മണമില്ല. കാരണം എനിക്ക് മണമുള്ളത് ഉപയോഗിക്കാനായിട്ട് താല്പര്യമില്ല. ഇപ്പോൾ അതിനധികം മണമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇത് നമ്മുടെ ഫ്ലവർ ബെഡിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ബെഡിൽ നമ്മളുണ്ടാക്കിയ ഓർഗാനിക് ഫെർട്ടിലൈസർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ബിക്കോസ്
ലിറ്റിൽ ഇസ് ടു മച്ച് ഫോർ ദ പ്ലാന്റ്സ്. അപ്പം ഇത് നമ്മുടെ എല്ലായിടത്തും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഫ്രണ്ടിലത്തെ ഫ്ലവർ ബെഡിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ 1-2 തവണ മാത്രം ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളൊന്നും കൂടെ ഇങ്ങനെ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. അതൊക്കെ ഫ്രണ്ട് യാർഡിൽ പോയിട്ട് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കും. നമ്മൾ നമ്മുടെ പൂക്കൾക്ക് ഓർഗാനിക് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മുടെ വെജിറ്റബിൾ റൈസ് ബെഡിനും നമ്മുടെ ഗ്രീൻസ് നട്ടേക്കുന്ന റൈസ് ബെഡിലും നമുക്ക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒരെണ്ണമാണ്, അത് ഇലകളാണല്ലോ. അപ്പം ഇലകൾക്ക് ആവശ്യമായത്, വെജിറ്റബിൾസിന് ആവശ്യമായ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ സാമ്പിളാണ് വാങ്ങിച്ചേക്കുന്നത്. കാരണം ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ പൂക്കളുടെ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത പോലെ തന്നെ നമുക്കിതും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അളവ് ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ടിട്ട് ഇതിന് 1 ഔൺസ് 1 ഗാലന്. അപ്പോൾ ഇത് 2 ഗാലനാണ്. അപ്പോൾ 2 ഔൺസ് ഇതേപോലെ ഞാനിപ്പോൾ ഇത് 1 ഔൺസാണ്. അപ്പോൾ ഈ 1 ഔൺസ് ഇതിനകത്തേക്ക് ഇട്ടു. ഇനി 1 ഔൺസും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതും 2 ആഴ്ച നമ്മൾ എല്ലാ മാസവും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും, നമ്മുടെ ഫാളിൽ പിന്നെ സ്പ്രിങ്ങിലും. അപ്പോൾ വിൽ സീ ഹൗ ദാറ്റ് ഗോസ്. എന്നിട്ട് നമ്മുടെ വടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇതിനും ഒട്ടും മണമില്ല. അപ്പം മണമില്ലാത്തതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം മണമെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ പലതിനെ നമ്മുടെ ഗാർഡനിലേക്ക് അട്രാക്ട് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം അവർക്ക്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കുറച്ചധികം ഒഴിച്ചാലും കുഴപ്പമില്ല. ബിക്കോസ് ഇറ്റ്സ് പ്യുവർ പ്ലാന്റ് മാറ്റർ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാം ദ വെജിറ്റബിൾസ് ദാറ്റ് വി പ്ലാന്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഒഴിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഗ്രീൻസിന് ഒഴിച്ചു കൊടുക്കാം. ബെഡിലിങ്ങനെ എല്ലാത്തിനും പറ്റിയതുപോലെ നമ്മുടെ ബെഡിൽ നമ്മളിതിന് നടുമ്പോഴത്തേക്കും ഓർഗാനിക് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രാന്യൂൾസാണ്, അത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാവുമ്പോഴത്തേക്കും ലിക്വിഡിൻ്റെ ഇതായത് കൊണ്ടിട്ട് ഇതിനാവശ്യമായത് അപ്പോൾ തന്നെ റൂട്ടിന് വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിൽ എഴുതിയേക്കുന്നത്. നമുക്ക് നോക്കാം ഓഫർ going to be successful. അപ്പോൾ നല്ല ലഷ് ഗ്രോത്ത് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അത് നന്നായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇതിനകത്ത് പടം കൊടുത്തേക്കുന്നത് തന്നെ സീഡ്ലിങ്ങിന് ഉള്ള ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ്. ഇനി നമ്മുടെ വെജിറ്റബിൾ ബെഡിലും നമുക്ക് നമ്മുടെ ഫെർട്ടിലൈസർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഫെർട്ടിലൈസർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ റൂട്ട് സിസ്റ്റം പിന്നെ ഇത് അവൈലബിൾ ആയിരിക്കും. നമുക്കിതിന് വേഗം ഇത് വലിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഹേർബിനും ഒഴിച്ചു കൊടുത്തേക്കാം. അതിനാവശ്യമായ ഫെർട്ടിലൈസറും കിട്ടിക്കോട്ടെ. സോ ദാറ്റ്സ് അവർ വീഡിയോ ഫോർ ടുഡേ. ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.